മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം എന്നൊരു സാഹചര്യമുണ്ട്. വലിയ പക്ഷേ കാലാവസ്ഥ വരുന്നു. ബ്രേക്കിംഗ് വാർത്ത, റിപ്പോർട്ടറിന്റെ ബ്രേക്കിംഗ് സൈറൺ മുഴങ്ങിക്കഴിഞ്ഞു. നമുക്ക് നോക്കാം എന്താണ് ആ വാർത്ത. മുബഷീറാണ് ആ വലിയ വാർത്തയുമായി നമുക്കിപ്പം നിൽക്കുന്നത്. മുബഷീർ, സാധാരണ പ്രേക്ഷകർക്ക് ഈ സൈറൺ കേൾക്കുമ്പോൾ എന്തോ വലുത് വരാനിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സൈറണിലാണ് EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിച്ച വാർത്ത കേരളം കേട്ടത്. ഈ സൈറണിലാണ് PV അൻവറിന്റെ ആരോപണങ്ങൾ കേരളം കേട്ടത്. ദാ മുബഷീർ നിൽക്കുന്നു. എന്താണ് ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുമായി? മുബഷീർ, വെരി ഗുഡ് മോർണിംഗ്. സൈറൺ അടിച്ചു. എന്താണ് സൈറൺ അടിച്ചത്? എന്താണ് ആ ബ്രേക്കിംഗ് വാർത്ത? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നമുക്കറിയാം, മലപ്പുറത്തെ മുൻ SP ആയിരുന്ന സുജിത് ദാസിനെതിരെ തുടർച്ചയായി PV അൻവർ MLA വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുജിത് ദാസുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ ഈ ഒരു സുപ്രഭാതത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 2022 സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു അനധികൃത ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ആ ഒരു ക്രിക്കറ്റ് നെറ്റ്സിന്റെ ചിത്രം ഉൾപ്പെടെയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരുന്ന വിവരം 2023 ജൂലൈയിൽ നിലമ്പൂരിലെ ഒരു പൊതുപ്രവർത്തകനായ ഇസ്മായിൽ എരഞ്ഞിക്കൽ എന്ന് പറയുന്ന വ്യക്തി വിജിലൻസിന് നൽകിയ ഒരു പരാതിയായിരുന്നു. ഈ ഒരു പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടം, ഈ ഒരു കെട്ടിട നിർമ്മാണത്തിനായി അവിടെ എത്തിച്ചിട്ടുള്ള സിമന്റ്, കമ്പി, മറ്റു ഉപകരണങ്ങൾ, അവയൊക്കെ തന്നെ ഈ ഒരു നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന കോൺട്രാക്ടറെ സ്വാധീനിച്ചുകൊണ്ട് വക മാറ്റിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിൽ ഒരു ക്രിക്കറ്റ് നെറ്റ്സ് അനധികൃതമായി നിർമ്മിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ നമുക്ക് ലഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയത്. ഏകദേശം 1 ലക്ഷത്തോളം രൂപ അനധികൃതമായി വകമാറ്റിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള നിർമ്മാണം നടത്തിയത് എന്നുള്ളതാണ്. കോൺട്രാക്ടറെ സ്വാധീനിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിൽ നിന്നും തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ക്യാമ്പ് ഓഫീസിലേക്ക് സിമെൻറ്റും കമ്പിയും മറ്റു ഉപകരണങ്ങളും എത്തിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ക്രിക്കറ്റ് നെറ്റ്സിൻ്റെ നിർമ്മാണം നടത്തിയിരുന്നത്. സർക്കാരിൻ്റെ അധീനതയിലുള്ളൊരു മേഖലയാണത്. കൃത്യമായും അനുമതിയില്ലാതെയുള്ളൊരു നിർമ്മാണമാണ് അവിടെ നടന്നത് എന്നുള്ളതാണ്. 1 ലക്ഷത്തോളം രൂപ ഇതിനുവേണ്ടി ചെലവ് വന്നു. പൊന്നാനി ഹാർബറിലെ ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ക്രിക്കറ്റ് നെറ്റ്സിലേക്ക് ഇത്തരത്തിൽ വല സ്പോൺസർ ചെയ്യിപ്പിച്ചതെന്നാണ് കണ്ടെത്തിയിരുന്നത്. ഈ ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പൊതുപ്രവർത്തകനായിരുന്ന ഇസ്മായിൽ വിജിലൻസിന് പരാതി നൽകിയിരുന്നത്. വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയതിന് മറുപടി നൽകിയത് സുജിത് ദാസിന് കൃത്യമായൊരു ക്ലീൻ ചീറ്റ് നൽകിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ മരമുറി പോലെ അനധികൃതമായി ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നിന്നും വലിയ രീതിയിലുള്ള വെട്ടിപ്പാണ് സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിവാദം വന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ ഈ ഒരു പരാതി ആ ഒരു ഘട്ടത്തിൽ ചെറിയ രീതിയിൽ മാത്രമായിരുന്നു ചർച്ചയായിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ ഒരു ക്രിക്കറ്റ് നെറ്റ്സ് ആ ഒരു മേഖലയിൽ നിന്നും മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങളൊന്നും തന്നെ പരിശോധിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ PV അൻവർ അവിടെ എത്തി പരിശോധന നടത്താൻ ശ്രമിച്ച ഘട്ടത്തിൽ തന്നെ കണ്ടെത്തണം അദ്ദേഹത്തെ ഇസ്മായിൽ എരഞ്ഞിക്കൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ SP ക്യാമ്പ് ഓഫീസിൽ ഈ നെറ്റ്സ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് താങ്കൾ ഉന്നയിച്ച ആരോപണം യഥാർത്ഥത്തിൽ എന്താണ്? അവിടേക്ക് കെട്ടിട നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാധന സാമഗ്രികൾ ഉപയോഗിച്ച് ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ചു, അങ്ങനെ ഒരു നീക്കം നടത്തിയെന്നാണോ താങ്കളുടെ പരാതി? അതല്ല പുറത്തുനിന്ന് സ്പോൺസർഷിപ്പ് സ്വീകരിച്ച് ഇങ്ങനെ ഒരു നെറ്റ്സ് ഉണ്ടാക്കി എന്നതാണോ? എന്താണ് താങ്കളുടെ പരാതിയിലെ കാമ്പ്? ഞാൻ ഈ സുജിത് ദാസിനെ കുറിച്ച് 5/2003 വിജിലൻസ് ഡയറക്ടർ പരാതി കൊടുത്തിരുന്നു. മൊത്തത്തില് അവിടെ നടന്ന സുജിത് ദാസ് നടത്തിയ അഴികളെ കുറിച്ച് വളരെ അക്കമിട്ട കാര്യങ്ങൾ ഞാൻ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. പറയുന്നത് ഈ അവിടെ ഇരുന്ന കോൺട്രാക്ടർ ഇതിന്ന് സാധനങ്ങൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് സ്പോൺസർഷിപ്പ് ചെയ്തിട്ടാണ് ഈ ക്രിക്കറ്റ് കോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ബിൽഡിംഗ് നിർമ്മാണം നടത്തിയ അനധികൃത ബിൽഡിംഗ് നിർമ്മാണം ഞാൻ എന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തില് സുജിത് ദാസ് നടത്തിയ അഴിമതികളെ കുറിച്ച് ഞാൻ 5/7/2023 വിജിലൻസ് ഡയറക്ടർ പരാതി കൊടുത്തിട്ടുള്ളതാ. ഈ ഇസ്മയിൽ, ഇപ്പോൾ ആ നെറ്റ്സിന്റെ അവസ്ഥ എന്താ? നെറ്റ്സ് ഇപ്പൊ ക്യാമ്പിലുണ്ടോ? നിൽക്കുന്നുണ്ട്. അതായത് സർക്കാരിന്റെ ഉത്തരവോ സർക്കാരിന്റെ തീരുമാനമോ ഇല്ലാതെയാണ് ആ നെറ്റ്സ് അവിടെ പണിഞ്ഞിരിക്കുന്നത് അല്ലേ? സർക്കാരിന്റെ ഉത്തരവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് പണിഞ്ഞിട്ടുള്ളത്. അത് ഈ SP സുജിത് ദാസിന് കളിക്കാൻ വേണ്ടിയാണോ അതോ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല, സുജിത് ദാസിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു SP വേണ്ടി മാത്രം ക്രിക്കറ്റ് നെറ്റ്സ് ഉണ്ടാക്കുക, അത് അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്നല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെങ്ങനെ ക്രമക്കേട് നടന്നുവെന്നാണ് താങ്കളുടെ ആരോപണം? മറ്റ് കെട്ടിട നിർമ്മാണത്തിന് കൊണ്ടുവന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഇത് നിർമ്മിച്ചുവെന്നാണോ? നിർമ്മാണത്തിന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റി ഉണ്ടാക്കി. അതിനെന്ത് തെളിവാണ് താങ്കൾക്കുള്ളത്? എല്ലാ രേഖകളും എന്റെ കൈവശമുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ച സാധന സാമഗ്രികൾ എന്താണ് വക മാറ്റിയത്?
വഹ മാറ്റിയെന്ന് വെച്ചാൽ അവിടുത്തെ പിന്നെ സിമെന്റ് കാര്യങ്ങള്, മെറ്റല് കാര്യങ്ങളെല്ലാം വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് പിന്നെ നെറ്റിന് വേണ്ടി ബലവരക്കുന്ന കടപ്പുറത്തുനിന്ന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത് വ്യവസായ ഇന്ത്യക്ക് മേടിച്ചിട്ടുള്ളത് പൊന്നാനി ഹാർബറിൽ നിന്ന്. ഇദ്ദേഹം വാങ്ങി അല്ലേ? വാങ്ങി പൊന്നാനി ഹാർബറിൽ നിന്നാണ് ഇതിന് നെറ്റ് വരെ കൊടുത്തിട്ടുള്ളത്. സാധാരണ ക്യാമ്പ് ഓഫീസിൽ ഏതെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ അത് PWD അല്ലേ ചെയ്തു കൊടുക്കുന്നത്? PWD ചെയ്യേണ്ടത്. ഇത് PWD ആണോ ചെയ്തത്? ഇദ്ദേഹം നേരിട്ട് ചെയ്യിപ്പിച്ചതാ. അദ്ദേഹം സ്വന്തമായിട്ടൊരു സാമ്രാജ്യം അവിടെ ഉണ്ടാക്കിയെന്ന് അർത്ഥം അല്ലേ? കോട്ടക്കൽ പോലീസ് സ്റ്റേഷന്റെ മതിലിനോട് ചേർന്ന് നിർമ്മിച്ചുള്ള കെട്ടിടം നഗരസഭ പെർമിറ്റ് പോലില്ല. അതെന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത്? കെട്ടിടം സ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ മതിലോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടം. അതെന്തിനാ നിർമ്മിച്ചത്? സ്പോൺസർഷിപ്പ്, അതായത് അവിടുത്തെ വ്യവസായികൾക്ക് എന്ന കാശ് പിരിച്ചിട്ടുള്ളത്. ആ കെട്ടിടം എന്തിനു വേണ്ടി ഇപ്പൊ ഉപയോഗിക്കുന്നത്? അവിടെ കെട്ടിടം ഈ പോലീസ് സ്റ്റേഷന് വേണ്ടിയിട്ട്, ഇതിന് വേണ്ടി, ഓഫീസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അല്ല, ഈ നെറ്റ്സ് നിർമ്മിച്ചത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ്. ക്യാമ്പ് ഓഫീസ് ആകുമ്പോൾ മറ്റാരും അവിടെ താമസിക്കുന്നില്ലല്ലോ, SP മാത്രമല്ലേ ഉള്ളൂ. സൗകര്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഒരു സംഭവമാണ് ഇത്, ക്രിക്കറ്റ് കോർട്ടും കാര്യങ്ങളും. അപ്പോ തേക്ക് മുറിച്ചു വിറ്റു, മഹാഗണിയുടെ ചില്ല് മുറിച്ചു വിറ്റു, അല്ലെങ്കിൽ അതുപയോഗിച്ച ഫർണിച്ചർ ഉണ്ടാക്കി, ഇപ്പോൾ നെറ്റ്സ് നിർമ്മാണവും പുറത്തു വന്നു അല്ലേ? ഇദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്വന്തം ഒരു എല്ലാവരെയും എന്താ പറയാ, പിന്നെ ഞാൻ ഈ പരാതി കൊടുത്തിട്ട് എന്റെതിരെ ഇവരെ സ്ക്വാഡ് പിന്തുടരുന്നു. എന്റെ പരാതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആണോ? ഇപ്പോൾ താങ്കൾ അല്പം ആശ്വാസമായോ? PV Anwar കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞപ്പോൾ താങ്കൾ കുറച്ച് ആശ്വാസമായോ? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഞാനൊരു വെറും ഒരു കൗൺസിലർ മാത്രമല്ലേ. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ പത്രസമ്മേളനം വിളിച്ചായിരുന്നു. 14/8 പത്രസമ്മേളനം വിളിച്ചിരുന്നു അന്ന് മലപ്പുറത്ത് വെച്ച്. താങ്കൾ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഏത് പാർട്ടിയിലെ കൗൺസിലറാണ്? ഇവിടെ ജനതാദളിന്റെ സ്വതന്ത്രമായി മത്സരിച്ചാണ്. ഓക്കെ. അപ്പോ ഈ സുജിദാസിനെതിരെ PV Anwar പറഞ്ഞതിനകത്ത് കഴമ്പുണ്ട് അല്ലേ? ഞാൻ ഈ കറക്റ്റ് പരാതി നിങ്ങൾക്ക് വേണമെങ്കിൽ പരാതിന്റെ കോപ്പി അവർ തന്ന മറുപടി, വിവരാവകാശം ചോദിച്ചത് എല്ലാം വേണം നിങ്ങൾക്ക് തരാം. വിവരാവകാശത്തിൽ എന്താ മറുപടി ലഭിച്ചത്? സർക്കാർ ഞാൻ അതിന്റെ സുജിദാസിന്റെ മൊത്തത്തിലുള്ള വിവരാവകാശം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മൊത്തം CIമാരെ സുജിദാസ് ചോദിച്ചു. ഇസ്മായിൽ എന്താണ് അവന് കേസുണ്ടോ, ഏതെങ്കിലും കേസിൽ കൊടുക്കാൻ പറ്റുമെന്നാ ചോദിച്ച് ആദ്യം ചോദിക്കുന്നത് വിവരാവകാശം ചോദിച്ചപ്പോ. ഓക്കെ. അല്ല, ഈ വിവരാവകാശത്തിൽ എന്താ നമുക്ക് കിട്ടിയ വിവരം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ റിപ്പോർട്ട് ചാനൽ വാട്സപ്പ് ചെയ്ത് തരാം. ഓക്കെ, തീർച്ചയായും. അതായത് ഈ നിർമ്മാണം അനധികൃതമാണ് എന്നുള്ളത് വ്യക്തമാണ് അല്ലേ? അതിനൊരു ജിയോ ഇല്ല. അനധികൃതമാണ്, അത് 100% താങ്കൾക്ക് ഉറപ്പാണ്. ഓക്കെ ഇസ്മയിൽ, താങ്ക് യു. പോരാട്ടങ്ങൾ തുടരുക. ആരെയും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ക്വാഡൊക്കെ വരും. നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലേ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അന്വേഷണം ഉയർന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് സാധാ DYSPനെ കൊണ്ട് അന്വേഷിപ്പിച്ചത്. കേസ് ഫയൽ ക്ലോസ് ചെയ്തവര്. മനസ്സിലായി. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇസ്മയിൽ, താങ്ക് യു ഇസ്മയിൽ. താങ്കളുടെ പോരാട്ടം തുടരുക. മുബഷീർ നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. മുബഷീർ, കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായി. അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഈ കെട്ടിട നിർമ്മാണത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സാധന സാമഗ്രികളൊക്കെ ഉപയോഗിച്ചിട്ട് നെറ്റ്സ് ഉണ്ടാക്കുക. അതിനുവേണ്ടി അദ്ദേഹം സർക്കാരിൻ്റെ ഉത്തരവോ മറ്റൊരു അനുമതിയോ ഇല്ലാതെ പുറത്തുനിന്ന് ആളുകളിൽ നിന്ന് സഹായം വാങ്ങിച്ച് ക്രിക്കറ്റ് നെറ്റ്സ് ഉണ്ടാക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് കളിക്കുക. അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ അല്ലേ മുബഷീർ? നിശ്ചയമായും അങ്ങനെയല്ല അരുൺകുമാർ. കാരണം ക്യാമ്പ് ഓഫീസ് ജില്ലാ പോലീസ് മേധാവിക്ക് മാത്രം താമസിക്കാനുള്ളതാണ്. അദ്ദേഹവുമായി ചുറ്റിപ്പറ്റിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അതിനുള്ളിൽ നടക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം MLA ഈ ക്യാമ്പ് ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ നിന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ തടഞ്ഞതുൾപ്പെടെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അതിനുള്ളിൽ ഒരു ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിക്കുമ്പോൾ അത് അവിടെയുള്ള ജില്ലാ പോലീസ് മേധാവിക്ക് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അനധികൃതമായ തരത്തിലുള്ള ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ചു. അദ്ദേഹം അതിനുവേണ്ടി ജില്ലാ പോലീസ് ഓഫീസിൽ നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് വേണ്ടി എത്തിച്ച സിമൻറ്റും മറ്റു ഉപകരണങ്ങളും വകമാറ്റി എന്നുള്ളതാണ്. ഇനി നേരത്തെ അരുൺകുമാർ ഇസ്മായിലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു വിവരാവകാശത്തിന് എന്ത് മറുപടിയാണ് ലഭിച്ചതെന്ന്. ഇസ്മായിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മളോട് പങ്കുവച്ചിരുന്നു. ആ ഒരു വിവരാവകാശത്തിൽ ലഭിച്ച മറുപടി ഞാനിപ്പോൾ തത്സമയം വായിക്കുകയാണ്. അതായത് മറുപടിയായി നൽകിയിട്ടുള്ളത്, വിവരങ്ങൾ ഈ കാര്യാലയത്തിൽ പ്രത്യേകം ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല. നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇസ്മായിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്നു സുജിത് ദാസിനെതിരെ അന്ന് പരാതി കൊടുത്തിരുന്നത്. അതിലൊരു മറുപടിയായി വിവരാവകാശ രേഖയിൽ പറയുന്നത്, ക്രോഡീകരിച്ച് വിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ല, കാലയളവ് പരാമർശിച്ചിട്ടില്ല, ആയതിനാൽ
നിലവിൽ കണ്ടെത്താൻ സാധിക്കില്ല. വിവരങ്ങൾ ഈ കാര്യാലയത്തിൽ പ്രത്യേകം ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല. ആ ഒരു പോയിന്റ് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ആ നിലയിൽ വിവരാവകാശ രേഖയിൽ നിന്നുൾപ്പെടെ കൃത്യമായൊരു മറുപടി ഈ ഒരു വിഷയത്തിൽ ലഭിച്ചില്ല എന്നുള്ളതാണ്. അവയൊക്കെ തന്നെ സ്വാധീനിച്ചുകൊണ്ട് വിജിലൻസിനെ ഉൾപ്പെടെ സ്വാധീനിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പരാതി അട്ടിമറിക്കാൻ ശ്രമം നടത്തി എന്നുള്ളതാണ് ഇസ്മായിൽ ഇക്കാര്യത്തിൽ ആരോപണമായി ഉന്നയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ഇസ്മായിലിനെ പലതരത്തിൽ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊരു ആരോപണം ഇസ്മായിൽ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ തുടർച്ചയായി PV അൻവർ സുജിത് ദാസിനെതിരെ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ട സാഹചര്യത്തിലാണ് സധൈര്യം അദ്ദേഹം ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നതും റിപ്പോർട്ടർ ചാനലിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. എന്തായാലും വിജിലൻസിന്റെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി എന്നുള്ളതാണ് വിജിലൻസിന്റെ വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. ഗുരുതര ആരോപണങ്ങൾ PV അൻവർ ഉന്നയിക്കുമ്പോൾ സുജിത് ദാസിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധ ഓട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചങ്ങാതി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന് പിന്നിൽ ചിലരുടെയൊക്കെ പിന്തുണ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു SP-ക്ക് ഇത്തരം ആത്മവിശ്വാസം ഉണ്ടാവുക? അതും അദ്ദേഹം അവിടെയുള്ള മുഴുവൻ ആളുകളെയും പിണക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നൊഴിയാതെ അബദ്ധത്തിലേക്കാണ് പോയത്. അത് താമർ ജോഫ്രിയുടെ മരണമാണെങ്കിൽ, ക്ഷമിക്കണം, ഈ അതെ നമ്മളുടെ താനൂരിലുള്ള കസ്റ്റഡി കൊലപാതകമാണെങ്കിൽ, അതിനുശേഷം നടത്തിയ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണെങ്കിൽ, സ്വർണം പൊട്ടിക്കലുകളാണെങ്കിൽ, ഈ മഹാഗണി ഉപയോഗിച്ച് ഫർണിച്ചർ നിർമ്മിച്ച വിഷയമാണെങ്കിൽ, ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ. ഒടുവിൽ സഹായം അഭ്യർത്ഥിച്ച് കാൽക്കൽ വീഴുന്നതും സാഷ്ടാംഗ പ്രണാമം നടത്തുന്നത് പോലും നാട്ടുകാരറിഞ്ഞു അല്ലേ? അപ്പോൾ ഇതിന് പിന്നിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും മുബഷീർ? തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉപജാപക സംഘങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലും അത്തരത്തിലുള്ള പാർട്ടി നേതൃത്വവുമായും ഉന്നതരുമായും കൃത്യമായുള്ളൊരു ബന്ധം സുജിത് ദാസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ PV അൻവർ MLA തന്നെ പുറത്തുവിട്ടൊരു ശബ്ദരേഖയിൽ പറയുന്നുണ്ട്, മലപ്പുറം ജില്ലയിലെ CPM-ന്റെ മുതിർന്ന നേതാവ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് നിലവിൽ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിയന്ത്രിച്ചിരുന്നത്, ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ തീരുമാനിച്ചിരുന്നത്. അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു, അവരുടെയൊക്കെ തന്നെ പിന്തുണക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം, ഈ ഒരു സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ ആരോപണവുമായി രംഗത്ത് വരുന്നത് MSF-ന്റെ സംസ്ഥാന അധ്യക്ഷനായ PK നവാസാണ്. PK നവാസ് വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് ഈ നിലയിൽ ക്രമക്കേട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ ഒരു വ്യക്തി കൂടിയാണ് പൊതുപ്രവർത്തകനായ ഇസ്മായിൽ എരഞ്ഞിക്കൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം അത് കണ്ടെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ നിരവധി പോലീസ് ഓഫീസർമാർ മറ്റു ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു പ്രവണത സുജിത് ദാസിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് അദ്ദേഹം ഇറങ്ങിയ സാഹചര്യത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ കണ്ടെത്തുന്നത്. എന്തായാലും വളരെ സുപ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.